ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് റെയിൽവേ ക്രോസിലാണ്. ട്രെയിൻ ദാ മിന്നായ കണക്ക് പോയി. ഞങ്ങൾ പതുക്കെയും പോയി. ഇത് പെരുമാറ പാലം. ഈ പാലത്തിൽ നിന്ന് കായലും കടലും ഒരുമിച്ച് കാണാം. ഞങ്ങൾ ഈ പാലം വഴി പോകുന്നത് പണ്ട്, അതായത് 1695, അതായത് ഞാനും നിങ്ങളൊക്കെ ജനിക്കണേന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ പണിതെടുത്ത 5 തെങ്ങ് കോട്ടയിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത്. കടലിന്റെ തീരത്തോടെയുള്ള ഒരു സുന്ദരമായ റോഡ് വഴിയാണ് ഞങ്ങളുടെ ഈ യാത്ര പോകുന്നത്. ഞങ്ങൾ ആ കോട്ടയോട് അടുക്കുവാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരും കാണുന്നത് ഞാൻ പറഞ്ഞ ആ കോട്ടയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട. ദൂരെ നിന്നും ആദ്യം കാണുന്ന ഈ ലൈറ്റ് ഹൗസ് ആയിരിക്കും. അടുത്തെത്തുമ്പോഴേക്കും ഈ കോട്ടയും കാണാം. ഞങ്ങൾ വന്ന പേടകം സൈഡിലേക്ക് ചാരി വെച്ചു. ഞങ്ങൾ നേരെ കോട്ടയുടെ വാതിലും നോക്കി നടന്നു. വാതിലിനടുത്ത് നിന്ന് അകത്തേക്ക് എത്തി നോക്കി. അകത്ത് കയറി ദൂരെ കണ്ട ലൈറ്റ് ഹൗസിലേക്ക് ക്യാമറ ഒന്ന് സൂം ചെയ്ത് പിടിച്ചു. ആരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇനി നമുക്ക് കോട്ടയ്ക്കകം കാണാം. ആദ്യ കാഴ്ചയിൽ തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം. ഞങ്ങൾ അവിടെ നിന്ന് ഒരു വലിയ കറക്കമൊക്കെ ഇറങ്ങി. മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുവാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ എന്തുകൊണ്ട് ഉചിതം. വീഡിയോയ്ക്കും കൊള്ളാം. ഇവിടേക്ക് കിടക്കാൻ പ്രത്യേകിച്ച് ഒരു എൻട്രി ഫീസ് ഒന്നുമില്ല. അത് തന്നെ വലിയ കാര്യമല്ലേ. 1690 ഇവിടെ ഇങ്ങനെ ഒരു കോട്ട കെട്ടാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുവാദം ലഭിച്ചു. ബ്രിട്ടീഷ് മേശരിമാര് ഇതിന്റെ പണി തീർക്കാനായിട്ട് 5 കൊല്ലം എടുത്തു. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാം. മുകളിൽ കയറിയാലുടൻ ആദ്യം കാണുന്നത് കോട്ടയുടെ പിറകുഭാഗത്തെ കടലാണ്. തൊട്ടടുത്ത് കടലായതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്ന് വന്ന കപ്പലുകളുടെ ആദ്യത്തെ സിഗ്നൽ സ്റ്റേഷൻ ഇതായിരുന്നു. കോട്ടയുടെ മുകളിൽ കണ്ട ചെറിയൊരു ഗ്യാപ്പ് വഴി ഞങ്ങൾ മറു സൈഡിലേക്ക് കടക്കാൻ നോക്കിയപ്പോഴേക്കും ആസനത്തിന്റെ പെയിന്റ് കുറച്ച് പോയി. ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ വലുതായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കോട്ടയുടെ മധ്യഭാഗത്ത് ഒരു കിണർ കാണാം. കിണറിനടുത്തുള്ളത് കുളിമുറി ആയിരിക്കാം. ചെറിയ ചാറ്റൽ മഴയത്ത് കാക്ക നിന്ന് കുളിക്കുന്നു. കാക്ക കുളിച്ചാലും ഞാൻ കുളിച്ചാലും കൊക്കാവൂല. അത് മറ്റൊരു സത്യം. ഇതാണ് ഞാൻ പറഞ്ഞ കടൽ. എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങോട്ട് വിട്ടോ. അപ്പൊ ശരി.